നമസ്കാരം. നിലമ്പൂർ ചമയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലായാലും ഡാൻസ് പാഷനായി കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ അല്ലെ. ഇത് അങ്ങനെയുള്ളവർക്ക് പോലും നമുക്ക് ഈ ഷോപ്പ് തുടങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ലേഡീസിന്റെ കാര്യമായാലും കുറെ ഡാൻസ് പഠിച്ചവരുടെ കാര്യമായാലും ഇപ്പൊ കുട്ടികളാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെന്ന് കൊണ്ട് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തവരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ടാവും. ഇത് വീട്ടിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംരംഭം തന്നെയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ഈ ഒരു ഷോപ്പ് തുടങ്ങാം. നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഷോപ്പിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഇറക്കുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരുപാട് എമൗണ്ട് ഇറക്കിയാലും നമുക്കത് നഷ്ടത്തിലേക്കാണ് അത് നമുക്ക് മുന്നോട്ട് പോവുക. അപ്പൊ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ ഏരിയ എങ്ങനെയാണോ അതനുസരിച്ച് മാത്രം ഡ്രസ്സുകൾ വെച്ച് നമ്മൾ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത്. അതിന് ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് മൂന്നാമത്തെ ഷോപ്പാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയും നമുക്ക് റിക്വയർമെന്റ് ലിസ്റ്റിലുണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി ഭരതനാട്യത്തിന്റെ ഡ്രസ്സാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത്. എല്ലാം ചെലങ്കകളുണ്ട്, ഭരതനാട്യം ഡ്രസ്സുകളുണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, കുട്ടികളിലൊക്കെ ഉണ്ട്. അത് ഞാൻ ഓരോന്നായി കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോ ഒരു കളർ കാണിച്ചു തരാം. നല്ല വാടാമല്ലി കളറാണ്, നല്ലൊരു കളറാണ്. നമ്മളൊരു ട്രഡീഷണൽ കളർ എന്നൊക്കെ പറയുന്ന പോലെ. അതിന്റെ പാന്റ് ഇതാണ് അതിന്റെ പാൻസ് വരുന്നത്. സൺപ്ലീറ്റിലാട്ടോ വരുന്നത്. ഇനി ഒരു സംശയം കൂടി ക്ലിയർ ചെയ്ത് തരാം. എപ്പോഴും ചോദിക്കാറുണ്ട് നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ, എന്താണ് ഈ സൺപ്ലീറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് സൺപ്ലീറ്റ്സ്. അതായത് ഭരതനാട്യം ട്രഡീഷണൽ ഡ്രസ്, പണ്ടത്തെ കാലത്തെ ഡ്രസ്സ് ഇതായിരുന്നു. ഇപ്പോഴാണ് ധോത്തിയിലേക്കൊക്കെ ആയത്. ഇതാണ് കേട്ടോ സൺപ്ലീറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വേറൊരു ബ്ലൗസിന്റെ ഡിസൈൻ കാണിച്ചു തരേ. ബ്ലൗസിൽ തന്നെ ഈ ഫ്രിൽസ് വരുന്നത് പതനിസ മോഡൽ എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എന്താണ് ഇത്രയും ഭരതനാട്യം ഡ്രസ്സ് വെച്ചിരിക്കുന്നതല്ലേ. നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങി കൊടുക്കുകയാണ് ഒരു ടീമിന്. അതായത് നമ്മുടെ കേരളത്തിന് പുറത്താണ് നമുക്ക് ഷോപ്പ് തുടങ്ങി കൊടുക്കുകയാണ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഷോപ്പ് നമുക്ക് എങ്ങനെ തുടങ്ങി കൊടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നമുക്ക് ഷോപ്പിൽ വേണ്ട സാധനങ്ങൾ മാത്രമാണ് ആദ്യം ഇറക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് നമ്മൾ എമൗണ്ട് ഇറക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഏരിയയിൽ എങ്ങനെയാണോ അവിടുത്തെ ഡാൻസ് ടീച്ചേഴ്സിന്റെ പ്രോഗ്രാം, ഡാൻസ് ടീച്ചേഴ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇറക്കാനായിട്ട്. ഇത് കേരളത്തിന് പുറത്തായതുകൊണ്ട് അവർക്ക് മോഹിനിയാട്ടം കേരള നടനമൊന്നും ഒത്തിരി വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഭരതനാട്യമാണ് കൂടുതൽ വേണ്ടത്. അത് സൺപ്ലീറ്റ്സ് ആണ് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് കോസ്റ്റ്യൂം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓർണമെന്റ്സും അല്ലെ. ഇതാണ് ഓർണമെന്റ്സ്. ഇതില് ഹെഡ്സെറ്റ് മുതൽ അരപ്പട്ട വരെയുണ്ട്. ചിലങ്ക നമ്മൾ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയവർക്ക് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും ചെറിയ മക്കൾ LP സൈസുകാർക്ക് ഹെഡ്സെറ്റ് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഇത് വെയിറ്റ് കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഓക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് 28 സൈസ് മുതൽ 44 സൈസ് വരെയാണ്. അതായത് UP സൈസ് മുതൽ വലിയ അഡൾട്ട് അവർക്കുള്ള സൈസ് വരെയാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ചിരിക്കുന്ന ചിലങ്കകൾ 3 ലൈൻ മുതൽ 5 ലൈൻ വരെയുണ്ട്. ചിലങ്കകൾ തന്നെ ക്വാളിറ്റി വ്യത്യാസമുള്ളതുണ്ട് കേട്ടോ. ഇനി നമുക്ക് വലിയവർക്ക് മാത്രം പോരല്ലോ, ചെറിയ മക്കൾക്കും ഡാൻസ് കളിക്കണ്ടേ അല്ലേ ഭരതനാട്യം. ചെറിയ മക്കളുടെ ഒരു ഭരതനാട്യ സെറ്റാണേ. ഇത് നമ്മൾ സ്കേർട്ടിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 2 കളേഴ്സും കൂടി ഉണ്ട്. ഇതാണ് വേറൊരു കളർ വരുന്നത്. ഇതിന്റെ ഗ്രീൻ പിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഡാൻസ് കളക്ഷൻ ഷോപ്പ് തുടങ്ങുമ്പോൾ ക്ലാസിക്കൽ മാത്രം പോരല്ലോ അല്ലെ. ആനുവൽ ഡേയ്സ് നമുക്ക് വരില്ലേ, അവർക്ക് കുഞ്ഞുമക്കൾക്കുള്ള ഡ്രസ്സുകൾ വേണ്ടേ. ആനുവൽ ഡേ എന്ന് പറയുന്നത് തന്നെ തിളക്കമാണല്ലോ അല്ലെ. അപ്പൊ നല്ല തിളക്കമുള്ള ഡ്രസ്സുകളാട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബോയ്സിന്റെ സെറ്റ് കാണിച്ചു തരാം. ബോയ്സിന്റെ സിനിമാറ്റിക്കിനൊക്കെ പറ്റിയത് കേട്ടോ. ഇത് കളക്ഷൻ ഒത്തിരി ഉണ്ട്, പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കുന്നത്. ആനുവൽ ഡേക്ക് സിനിമാറ്റിക് മാത്രമല്ലല്ലോ കയറാറ്, ഗുജറാത്തി, പഞ്ചാബി അങ്ങനെയൊക്കെ കയറുമല്ലോ അല്ലെ. ട്രൈബൽസ് ഒക്കെ കയറും. ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത്. ഒരു ഗുജറാത്തി സ്കേർട്ടും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ബ്ലൗസ്, ദുപ്പട്ട, കൊടം, അതെല്ലാ പ്രോപ്പർട്ടീസ് സ്റ്റിക്ക് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ അതില്.
ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു തീം ഡാൻസ്, ഓപ്പണിംഗ് ഡാൻസ്, വെൽക്കം ഡാൻസ് എല്ലാം വരും. അത് അമ്പല പ്രോഗ്രാമിനായാലും വരും, ആനുവൽ ഡേക്ക് ആയാലും വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ടീച്ചറുടെ പ്രോഗ്രാമിനായാലും വരാറുണ്ട്. അപ്പൊ അതിനെല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ധോത്തി വിത്ത് ഫ്രില്ലാണ് കേട്ടോ. അയണിങ് നടക്കുന്നേ ഉള്ളൂ. ഇതിന് പറ്റിയൊരു ബ്ലൗസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് നമുക്ക് നിർബന്ധമായിട്ട് ഷോപ്പിൽ നിർബന്ധമാണ്. ഈ വൈറ്റ് വിത്ത് റെഡും വൈറ്റിൽ ബ്ലാക്കും അല്ലെങ്കിൽ ബ്ലാക്കിൽ ഗോൾഡനും വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീം ഡാൻസിന് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ തെയ്യം പോലെയുള്ള തീം ഡാൻസിന് കൊടുക്കാം. ബ്ലാക്ക് ഒക്കെ വരികയാണെങ്കിലും അമ്പല പ്രോഗ്രാമിനായാലും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി എല്ലാ ടീമിനും കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതേപോലെ വേണ്ടതാണ് ഹെഡിന് ഉപയോഗിക്കുന്ന അക്സസറീസ്. ഹെഡ് അക്സസറീസ് ആണ്. നമുക്കിത് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് കൊടുക്കാം. മുരുകൻ, അയ്യപ്പൻ, അല്ലെങ്കിൽ രാവണൻ, ശനീശ്വരൻ, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഐറ്റമിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊന്ന് വെച്ച് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സെന്ററിൽ യൂസ് ചെയ്യാം, ഇങ്ങനെ ചെരിച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ ഡ്രസ്സ്, ഓർണമെന്റ്സ്, ഹെയർ ആക്സസറീസ്, ഇനി ഇതിനൊപ്പം വേണ്ടത് വട, പൂവ്, ചെലങ്ക, കുഞ്ചലം, അതൊക്കെയാണ്. അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രോപ്പർട്ടീസ് നിർബന്ധമാണ്. ഇപ്പൊ ഗുജറാത്തി ഡാൻസിന് ചോദിക്കുന്ന സാധനങ്ങളാണ് സ്റ്റിക്കും കുടങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് വേണ്ടത് ഇതുപോലെയുള്ള ശൂലം, ഗദ, വാള്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷോപ്പ് തുടങ്ങാനുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്കും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. ഞങ്ങൾ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് ഈ വീഡിയോ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യൂ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണേ.